പ്രിയ സഹോദരങ്ങളെ, ദൈവ പൈതലിന്റെ ആയുധം എന്താണ്? ദൈവ പൈതലിന്റെ ആയുധം എന്താണ്? ഉറക്കെ പറ. ദൈവവചനാണ് ദൈവ പൈതലിന്റെ ആയുധം. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ലോകം, ജഡം, പിശാച്. ലോകം, ജഡം, പിശാച്, ഇത് മൂന്നുമാണ് ദൈവ പൈതലിന്റെ ശത്രു. ഈ മൂന്നിനെയും കീഴടക്കണമെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ കയ്യിൽ എന്തുണ്ടാവണം? ദൈവവചനം ഉണ്ടാവണം. ദൈവവചനത്തെ ഉദരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ചയാളാണ് മറിയം. മറിയത്തിന്റെ പ്രത്യേകത ദൈവവചനം ബൈഹാർട്ടായിരുന്നു, മനപ്പാടമായിരുന്നു. കണ്ടോ, അവളുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ ഇന്നും പിശാചിന് ഭയമാണ്. നമ്മുടെ കുഴപ്പം എന്നാണെന്നറിയോ? ക്രിസ്ത്യാനിയുടെ കുഴപ്പം എന്നാണെന്നറിയോ? ക്രിസ്ത്യാനി ദൈവവചനം കണ്ട, കുരിശ് കണ്ട പിശാചിന്റെ പോലെയാണ്. നമ്മുടെ കയ്യിൽ മാത്രം ബൈബിൾ ഉണ്ടാവില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ബൈബിൾ കൊണ്ട് നടക്കണം. ഇപ്പൊ ബൈബിളൂടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ബൈബിൾ കൊണ്ട് നടക്കണം എവിടെ പോകുമ്പോഴാണ്. അതായത് ഒരു 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 ഏത് ജോലിക്ക് പോകുന്നയാൾ, ഒരു ആശാരിയുടെ കയ്യിൽ എന്തുണ്ടാവും? അവന്റെ പണിയായുധം ഉളിയും കൊട്ടോടിയൊക്കെ കാണുമല്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു ആശാരിനെ പണിക്ക് വിളിക്കുന്ന സമയത്ത് അവൻ ഉളിയും കൊട്ടോടി ഇല്ലാതെ പണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ പറയും? അവൻ പണിക്കാരനല്ലെന്നേ. ഒരു ഡോക്ടറിന്റെ കയ്യിൽ അവന്റെ ആയുധം ഉണ്ടാവും, സ്റ്റെത്ത് മറ്റു കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ തന്നെ ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ എന്തുണ്ടാവും? ഞാൻ കശ്മീരിൽ പോയി കഴിഞ്ഞ സമയത്ത് പ്രിയ സഹോദരങ്ങളെ, അവിടെ മുഴുവൻ പട്ടാളക്കാരാണ്. മുഴുവൻ ആയുധങ്ങൾ, തോക്കും, എല്ലാ സകല ഗ്രനേഡും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവന്റെ കയ്യിൽ അവൻ യുദ്ധസന്നദ്ധനാണ്. അവൻ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നത്. നാളെ യുദ്ധം ഉണ്ടാവോ ഇല്ലയോ എന്നറിയില്ല. ഞാൻ ഒരു പട്ടാളക്കാരനെ പരിചയപ്പെട്ടു. ആ പട്ടാളക്കാരോട് ചോദിച്ചു, പട്ടാളക്കാരാ നിന്റെ കയ്യിലിരിക്കുന്ന ഈ തോക്ക് വെച്ച് നീ ആരെങ്കിലും വെടിവെച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഇതുവരെ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ വെടിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് 12 വർഷമായി അവൻ പട്ടാളത്തിൽ കയറിയിട്ട്, പക്ഷേ ഇതുകൊണ്ടൊന്നും വെടിവെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവൻ്റെ കയ്യിൽ ഈ സാധനമുണ്ട്. കാരണം എപ്പോഴാണ് യുദ്ധം വരണേ, എപ്പോഴാണ് ശത്രു വരണേ അവൻ അറിയത്തില്ല. അതുകൊണ്ട് അവൻ എപ്പോഴും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത്. ദൈവ പൈതൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കണം. അപ്പൊ അതിന് ദൈവവചനം വേണം. ദൈവവചനമില്ലാതെ പോയാൽ ഏത് സമയത്തും ദൈവ പൈതൽ വീണു പോകും. ചേർന്ന് പറ ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇപ്പൊ ബൈബിൾ ഉള്ളവർ തുറന്നോ വായിച്ചോ കേട്ടോ. പ്രഭാഷകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 1, 2, 3 വാക്യങ്ങളാണ് നമ്മൾ ആദ്യ സമയങ്ങളിൽ ധ്യാനിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യവും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെ പറ്റി ഓർക്കുന്നത് എത്രയോ അരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹമാണ്. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിന്റെ മേലുള്ള കർത്താവിന്റെ തീർപ്പാണ് മരണം. ചേർന്ന് പറ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കാൻ, മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യവും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെ പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. മരണത്തെ കുറിച്ച് ഓർക്കുന്നത് ഇഷ്ടമുണ്ടോ? മിണ്ടല്ലോ. മരണത്തെ കുറിച്ച് ഓർക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരെ ചേച്ചിമാർ ഇഷ്ടമുണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും പിള്ളേര്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ, അലസത കൂടാതെ. ഈ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്നെ പറയും. പണ്ട് ഞാനൊരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വെറുതെ ഈ പാട്ടൊന്ന് പാടി. തലേ ദിവസം അമ്മാമ്മയുടെ കൂടെ ഏതോ ഒരു ശവസംസ്കാര വീട്ടിൽ പോയതുകൊണ്ട് അപ്പത്തിന് ഈ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. വെറുതെ വീട്ടിലിരുന്നപ്പോൾ പാടിയതാണ്. 4-5 വയസ്സ് പ്രായമുണ്ടെന്ന് തോന്നുന്നു. അല്ല, 5 അല്ല, അതിൽ കൂടുതൽ കാണുമായിരിക്കും. ഒരു 3-ലോ 4-ലോ ഒക്കെ പഠിക്കുന്ന സമയം. അപ്പോൾ എൻ്റെ അമ്മാമ്മ എന്നോട് പറഞ്ഞു, കുരുത്തം കെട്ടവനെ മിണ്ടാതിരിയടാ, ഇത് മരിച്ചവരുടെ വീട്ടിൽ പാടുന്ന പാട്ടാ അല്ലേ? ഇതാരുടെ പാട്ടാ അമ്മച്ചിമാരെ? ആരുടെ പാട്ടാ? ഉറക്കം വരാതിരിക്കാൻ ഉറക്കം പറ. ആരുടെ പാട്ടാ? മരിച്ചവരുടെ പാട്ട്. നിങ്ങൾ അതിൽ കൂടുതൽ വളർന്നിട്ടില്ലെന്ന് എനിക്കറിയാൻ പാടില്ലേ? ഹല്ലേലൂയ. മരിച്ചവരുടെ പാട്ട്. മരിച്ച പെട്ടി കിടക്കണ ഔസേപ്പേട്ടനെ നോക്കി നമ്മൾ ചുറ്റും നിന്ന് പാടുകയാണ്. മരണം വരും ഒരു നാൾ ഓർക്കുക ഔസേപ്പേട്ട, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക. എവിടെ കിടന്ന്? പെട്ടി കിടന്നേ.
അലസത കൂടാതെ, അല്ലേ? പെട്ടി കിടക്കുന്ന ഔസേപ്പേട്ടനെ നോക്കി നമ്മൾ പാടുന്ന പാട്ടല്ലേ? ആണോ? ആരുടെ പാട്ടാ? ഉറക്കപ്പറ. ആ മരിച്ചു കിടക്കുന്ന ഔസേപ്പേട്ടൻ ചുറ്റും നിൽക്കുന്നവരെ നോക്കി പാടുന്ന പാട്ട് അതാണ് കറക്റ്റ്. മരിച്ച് പെട്ടി കിടക്കുന്ന ഔസേപ്പേട്ടൻ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഇന്നേ വരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പോവാണ്. ഹല്ലേലൂയാ. അപ്പോ മരിച്ചു കിടക്കുന്ന പെട്ടി കിടക്കുന്ന ഔസേപ്പേട്ടൻ ചുറ്റും നിൽക്കുന്നവരെ നോക്കി പാടുന്ന പാട്ടാണ് മരണം വരും ഒരു നാൾ ഓർക്കുക മനുഷ്യ. പണ്ട് ഈശോ ഒരു ഉപമ പറഞ്ഞു, ധനവാന്റെയും ലാസറിന്റെയും ഉപമ. അതിൽ ഒരു ധനവാൻ, അവൻ ധനാഢ്യനാണ്. അവന്റെ പടിവാതിൽക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ കിടപ്പുണ്ടായിരുന്നു. അവന്റെ പേരാണ് ലാസർ, അല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും മരിച്ചു. കഥയൊക്കെ നിങ്ങൾക്കറിയാം, കഥയൊന്നും ഞാൻ പറയുന്നില്ല, അവസാന ഭാഗം പറയാം. അങ്ങനെ രണ്ടുപേരും മരിച്ചു. ഒരാൾ പിതാവായ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സമൂഹിക്കപ്പെട്ടപ്പോൾ അപരൻ നിത്യനരകത്തിൽ പോയി കിടക്കുകയാണ്. നിത്യനരകത്തിൽ കിടക്കുന്ന ധനവാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഇതാ മുകളിൽ പിതാവായ അബ്രാഹത്തിന്റെ മടിയിൽ ആരിയ്ക്കുന്നു? ലാസർ ഇരിക്കുന്നു. ലാസറിനെ പിതാവായ അബ്രാഹത്തിന്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ട ധനവാന്റെ കണ്ണു തുറന്നു. ധനവാന്റെ കണ്ണു തുറന്നപ്പോ ധനവാന് മനസ്സിലായി, ഞാൻ ഈ കിടക്കുന്നത് ഇത് അപ്പോഴാണ് അവന് സുബോധം ഉണ്ടായത്. മരിച്ച്. ഇപ്പൊ ഞാൻ പറയണത് ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും കേട്ടോ. ബ്രദർ പറയണത് ഒന്നും നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലാകത്തില്ലായിരിക്കും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ വെറുതെ കേട്ടോണ്ടിരിക്കുക. സ്വന്തം ശരീരത്തിൽ നിന്ന് ആത്മാവ് എപ്പോ പറന്നു പോകുന്നു അപ്പൊ നമ്മൾ നീതി വിധിക്ക് വേണ്ടി കർത്താവിന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. അപ്പൊ എല്ലാം മനസ്സിലായിക്കോളും. ഇപ്പൊ നമ്മളൊന്നും കേട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവിന്റെ മുമ്പിൽ അന്ത്യവിധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും. പക്ഷെ സമയം വൈകി പോയി ഭൂമിയിൽ വെച്ച് മനസ്സിലാക്കിയാലേ മാനസാന്തരപ്പെടാൻ പറ്റുള്ളൂ. കണ്ടോ, ധനവാൻ നരകത്തിൽ കിടന്നപ്പോൾ പുള്ളിക്ക് എല്ലാം മനസ്സിലായി. നരകത്തിൽ കിടന്നുകൊണ്ട് ധനവാൻ എന്നിട്ട് അവിടെ നിന്ന് പിതാവായ അബ്രാഹത്തിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടുകൊണ്ട് പിതാവായ അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, നിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്ക്. എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കുടുംബക്കാര്, എൻ്റെ നാട്ടുകാര് എന്നേക്കാൾ മോശമായ ജീവിതമാണ് നയിക്കുന്നത്. ഈ മരിച്ചവരിൽ നിന്ന് ഇവൻ ചെന്നെങ്കിലും പറയുമ്പോ അവരൊന്ന് മാനസാന്തരപ്പെടട്ടെ, അവര് ദൈവവചനം മനസ്സിലാക്കട്ടെ. ഇതല്ല ജീവിതം, ഇതൊക്കെ നശ്വരമാണ്. നശ്വരമായി ഈ ലോകത്തിൽ കാണുന്നതിന് വേണ്ടി ഓടാതെ അനശ്വരമായ നിത്യജീവന് വേണ്ടി ഓടുക എന്നുള്ള കർത്താവിന്റെ വചനം അവർ തിരിച്ചറിയട്ടെ. അതിനുവേണ്ടി പിതാവായ അബ്രാഹമേ, നിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കുക. പിതാവായ അബ്രാഹത്തിന്റെ മറുപടി എന്തായിരുന്നു? പിതാവായ അബ്രാഹം ധനവാനോട് പറഞ്ഞു, മകനെ, സ്വർഗത്തിന് ഇങ്ങനത്തെ ഒരു ഏർപ്പാടില്ല. മരിച്ചവരിൽ നിന്ന് ഒരാളെ ഭൂമിയിലേക്ക് വിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു ഏർപ്പാട് സ്വർഗത്തിനില്ല. അതിനുവേണ്ടി ഭൂമിയിൽ ആരെ കൊടുത്തിട്ടുണ്ട്? മോശയെയും പ്രവാചകന്മാരെയും കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരുണ്ട്. മോശയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സഭയുണ്ട്, പ്രവാചകന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികര്, സമർപ്പിതര്, സുവിശേഷ പ്രഘോഷകരൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ചില ആളുകളെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവര് പറയുന്നത് കേൾക്കാത്തവൻ മരിച്ചവരിൽ നിന്ന് ഒരുവൻ വന്ന് പറഞ്ഞാലും കേൾക്കുകയില്ല. അപ്പൊ പെട്ടി കിടക്കുന്ന ഔസേപ്പേട്ടന് പറയണമെന്നുണ്ട് കാര്യം. അതുവരെ പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചതും ധ്യാനഗുരുക്കന്മാര് പ്രസംഗിച്ചതും ഒക്കെ ശരിക്കും മനസ്സിലായത് അപ്പൊന്നും മനസ്സിലാക്കിയില്ല. പ്രസംഗിച്ചപ്പോ മനസ്സിലാക്കിയില്ല. എപ്പോഴാ മനസ്സിലായത്? മരിച്ച് പെട്ടി കിടക്കുമ്പോ ചേട്ടന് മനസ്സിലായി, ദൈവമേ പെട്ടുപോയല്ലോ. മനസ്സിലായി കഴിഞ്ഞപ്പോ ചേട്ടൻ പെട്ടി കിടന്നുകൊണ്ട് അനക്കാൻ പറ്റാത്ത ചുണ്ടുകൾ, തുറക്കാൻ പറ്റാത്ത കണ്ണ്, കേൾക്കാൻ പറ്റാത്ത ചെവി, അനക്കാൻ പറ്റാത്ത കൈ, ശരീരം, ഇത് വെച്ചുകൊണ്ട് പെട്ടി കിടന്ന് ഈ ഔസേപ്പേട്ടന് വേണ്ടി സഭ വീണ്ടും ചുറ്റും നിൽക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാ, മരണം വരും ഒരു നാൾ. ഓർക്കുക മനുഷ്യ, കൂടെ പോരും നിന്റെ ജീവിത ചെയ്തികൾ. സൽകൃത്യം ചെയ്തോ അലസത കൂടാതെ. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ചില ബുദ്ധിയുള്ള അമ്മച്ചിമാർ എന്നാ ചെയ്യുന്നറിയോ? 2 ചെവിട്ടിലും പഠിച്ചു വെക്കും. അയ്യോ, ഇത് കേൾക്കാൻ പാടില്ല, ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണെന്നാ ചിലരുടെ വിചാരം. ഇത് കേട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. പിള്ളേർ ആരെങ്കിലും വീട്ടിൽ വന്ന് ഇത് പാടിക്കഴിഞ്ഞാൽ അപ്പൊ മിണ്ടാതിരിയുടെ കുരുത്തം കെട്ടവനെ, ഇത് മരിച്ച വീട്ടിൽ പാടുന്നതാ. കണ്ടോ, ഇത് കേൾക്കരുത്. പിശാച് 2 ചെവിട്ടിലും പഠിച്ചങ്ങോട്ട് വെക്കും. കേൾക്കരുത് കേട്ടോ, കേൾക്കരുത്. കാരണം ഇത് വചനോ. കണ്ടോ, വചന പ്രഭാഷകൻ പറയണ, മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യ വർഗത്തിന്റെ മേലുള്ള കർത്താവിന്റെ തീർപ്പ്, മർത്യവർഗത്തിന്റെ മേലുള്ള കർത്താവിന്റെ തീർപ്പാണ് മരണം. ചേർന്ന് പറ ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. പെട്ടിക്കിടക്കുന്ന ഔസേപ്പേട്ടൻ വേറൊരു കാര്യം കൂടെ പറയും. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 38:22. പ്രഭാഷകന്റെ പുസ്തകം 38:22. അതെന്താ പറയണത്? അത് പറയുകയാണ്, എൻ്റെ അവസാനം
അനുസ്മരിക്കുക. കണ്ടോ, പ്രഭാഷകൻ 30:22 പറഞ്ഞ എന്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതും അപ്രകാരം തന്നെ. എന്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ, ഇന്നലെ ഞാൻ, ഇന്ന് നീ. കണ്ടോ, അതും വചന. പെട്ടിക്കിടക്കുന്ന അവസ്ഥപ്പെട്ട നമ്മളെ നോക്കി പറയും, എന്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല, യാത്രക്കാരാ മുമ്പിലതാ നിൻ കബറിടമല്ലോ. മോശയും പ്രവാചകന്മാരുടെ സ്ഥാനത്ത് സഭ പാടിക്കേപ്പിക്കുന്നു. കണ്ടോ, ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല, യാത്രക്കാരാ മുമ്പിലതാ നിൻ കബറിടമല്ലോ. അപ്പൊ നോക്കണേ, അവിടെയാണ് ലൂക്കാ സുവിശേഷത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഓർപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 21:34. മനുഷ്യൻ ഓടുകയാണ് എന്തിന്റെ പിന്നാലെയാ? സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിന്റെ മനസ്സ് ദുർബലമാക്കപ്പെടുകയും ആ ദിവസം ഒരു കെണി പോലെ നിന്റെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഓടിക്കൊണ്ടിരിക്കുക അല്ലേ സുഖലോ. നമുക്ക് നമ്മുടെ ആവശ്യം എന്താ? നമ്മൾ എപ്പോഴും, പ്രിയ സഹോദരങ്ങളെ, ഞാൻ പണ്ട് ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ അടുത്ത് പോയപ്പോൾ, ഞാൻ സാധാരണ പണ്ടൊക്കെ, ഇപ്പം അധികം സമയം കിട്ടാറില്ല, എന്നാലും കുറേയൊക്കെ പോവും. ഇപ്പോൾ ഈസ്റ്റർ ക്രിസ്മസിനൊക്കെ മിനിസ്ട്രി ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് മിനിസ്ട്രിക്കൊക്കെ പോകണം. അത് കാരണം ഇപ്പം അധികം പറ്റാറില്ല. പക്ഷെ പണ്ട് ഞാൻ പോകുമായിരുന്നു. ഇങ്ങനെ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയൊക്കെ ഇങ്ങനെ പോയിട്ട് ഓരോ തീർത്ഥാടനമൊക്കെ, നമ്മൾ ചിലപ്പോൾ അൽഫോൻസാമ്മയുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ വേളാങ്കണ്ണിക്ക് ഒറ്റ പോക്ക് അങ്ങ് പോകും. എന്നിട്ട് അവിടെ പോയിട്ട്, ആ വേളാങ്കണ്ണിയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാം, ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു മുറിയും കിട്ടും. അപ്പോൾ അവിടെ പോയി താമസിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ആ ഹോളി വീക്ക് മുഴുവൻ. അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ പല സ്ഥലത്തും അങ്ങനെ പോയി ഹോളി വീക്കിൽ പണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോളി വീക്കിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയത് ഭരണങ്ങാനത്താണ്. അപ്പം ഞാൻ ഓശാനയുടെ അന്ന് മുതൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ച തിരിച്ചു വന്നു. അന്ന് ഞാനപ്പോൾ അങ്ങനെ കുറേ സമയം കിട്ടും അൽഫോൻസാ ചാപ്പലിലും പരിസരങ്ങളിലൊക്കെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഇങ്ങനെ കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് വചനം വായിച്ച് ഒരുങ്ങാനുള്ള സമയം കിട്ടും. അങ്ങനെ ഞാൻ ആ ചാപ്പലിൻ്റെ വെളിയിൽ ഇങ്ങനെ ഒരു മരം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മരം ഉണ്ടാകും. ഇപ്പോൾ അതൊക്കെ മാറ്റിയെന്ന് തോന്നുന്നു. അവിടെ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്, അതൊക്കെ പറിച്ച് പള്ളേ കളഞ്ഞു എന്ന് തോന്നുന്നു. ഒരു മരത്തിൻ്റെ ഒരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ കെട്ടിൻ്റെ അതും ഇരുന്ന് ഞാനിങ്ങനെ കൊന്തയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഒരു സാധാരണ ഒരു പാൻറ്റും ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്, എന്നെ ആരും ശ്രദ്ധിക്കൂല. അവിടെ ഇരുന്ന് ഇങ്ങനെ കൊന്ത ചെല്ലുമോ. ആ സമയത്ത് ഒരു ചേട്ടത്തി എൻ്റെ പെട്ടെന്ന് എൻ്റെ കണ്ണിപ്പെട്ടു. ഈ ഒരു ചട്ടയും മുണ്ടൊക്കെ എടുത്ത ഒരു പ്രായമായ അമ്മച്ചി. ഈ അമ്മച്ചി നോക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അൽഫോൻസാമ്മയുടെ അൽഫോൻസാ ചാപ്പലുണ്ടല്ലോ, അൽഫോൻസാ ചാപ്പലിൻ്റെ ചുറ്റിലൂടെയും മുട്ടയിലഴയുന്നു. അൽഫോൻസാ ചാപ്പലിൻ്റെ ചുറ്റിക്കൂടെ, അകത്തേക്കൂടെ ഒക്കെ മുട്ടയിലഴയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും പുറത്തേ കൂടെ മുറ്റത്തുകൂടെ മുട്ടയിലഴയുന്നു. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഒരു ഒരു അതിശയം. വേറെ ആരും അങ്ങനെ ചെയ്യണത് കണ്ടില്ല, ഈ അമ്മച്ചി മാത്രമേ ചെയ്യണത് കണ്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു അതിശയം. ഞാൻ ഈ അമ്മച്ചിയുടെ മുട്ടയിലഴയിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇത് എന്നാ നേർച്ചയാന്ന് ചോദിച്ചു. ഇതെന്നാ നേർച്ച? ഇങ്ങനെ പള്ളിക്ക് പുറത്തുകൂടെ മുട്ടയിൽ എഴുതുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മച്ചി അത് ചെയ്യണം. അപ്പം പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഒത്തിരി പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആ ഒരു സന്തോഷത്തിൽ ചെന്ന് അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മോനെ, എനിക്ക് ഭയങ്കര തലവേദന, അല്ല ഭയങ്കര കാലുവേദനയാണ്. തലവേദനയല്ല, മാറിപ്പോയതാണ്, കാലുവേദനയാണ്. കാലുവേദനയോ നടുവേദന എന്തോ ഒരു സംതിങ്. അപ്പം ഞാൻ അൽഫോൻസാമ്മയ്ക്ക് നേർച്ച നേർന്നു, അത് മാറ്റി താൻ. 75 വയസ്സുണ്ട്. അതൊന്ന് മാറ്റി തന്നു കഴിഞ്ഞ അൽഫോൻസാമേ, ഞാൻ ഈ അൽഫോൻസാ ചാപ്പലിന് ചുറ്റിലൂടെയും മുട്ടയിലഴിഞ്ഞ് പ്രാർത്ഥിച്ചോളാം. അമ്മച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അൽഫോൻസാമ വഴി സ്വർഗം കേട്ടു. വേഗം അതൊക്കെ സാധിച്ചു കൊടുത്തു. നടുവേദന മാറി. അമ്മച്ചി അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അൽഫോൻസാ ചാപ്പലിന് ചുറ്റും മുട്ടയിലഴിഞ്ഞ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മുട്ടയിലഴിഞ്ഞ അമ്മച്ചി പിറ്റേ ദിവസം കർത്താവിൻ്റെ വിളി കേട്ട് സ്വർഗത്തിലേക്ക് പോയോന്ന് എനിക്കറിയില്ല. പോയി കാണില്ല, അന്നൊന്നും പോയി കാണില്ല. ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, കുറേ വർഷം മുമ്പാണ്. ഇപ്പം മിക്കവാറും പോയി കാണും അല്ലേ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് അടുത്ത വർഷം ഇതേ സമയത്ത് ഇവിടെയല്ല എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവുന്ന ആർക്കറിയാം അല്ലേ? അപ്പോൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ അമ്മച്ചി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടാൽ ഈ അമ്മച്ചിയുടെ പ്രാർത്ഥനയും ഈ പരിത്യാഗവും ഒക്കെ എവിടെ പോയി? അമ്മച്ചിയുടെ പ്രാർത്ഥന ഈ ഭൂമി വിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് പോയി പറഞ്ഞ ആളാരാന്ന് ഓർക്കണേ, അൽഫോൻസാമ്മ.
അൽഫോൻസാമ ഓരോ സെക്കൻഡിലും അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന എന്താണെന്നറിയോ? ഓരോ സെക്കൻഡിലും അൽഫോൻസാമ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന പച്ച ശരീരത്തിൽ നിന്ന്, അസ്ഥിയിൽ നിന്ന് മാംസം ചെത്തി വേർപെടുത്തി എടുക്കുന്ന വേദനയാണ് ഓരോ ദിവസവും ആ പാവപ്പെട്ട കന്യാസ്ത്രീ ആ മഠത്തിന്റെ ആവൃത്തിക്കുള്ളിൽ ദിവസേന ഓരോ സെക്കൻഡിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. വേദന കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും കരയുന്നില്ല. ഉറുസ്ലാമ വന്ന് ചോദിക്കും, മോളെ അൽഫോൻസ, നീ എങ്ങനെയാണ് ഇത് കടിച്ചമർത്തി ചിരിച്ചോണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും ഉറുസ്ലാമേനെയും സഹോദരിമാരെയും കാണുമ്പോൾ ചിരിച്ചു കാണിക്കും? വേദന ഉണ്ടെന്ന് ഒരു പരിധി വരെ വേദന അറിയിക്കില്ല, അത് കടിച്ചമർത്തി ചിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവും കണ്ണീന്ന് വെള്ളം ഒഴുകുന്നത് കാണുമ്പോൾ. ഉറുസ്ലാമ ചോദിക്കും, മോളെ നീ എങ്ങനെയാടി ഈ കഠിനമായ വേദനയെ ഇതുപോലെ പുഞ്ചിരിയോടെ നേരിടുന്നത്? അൽഫോൻസാമ പറയും, എൻ്റെ ഉറുസ്ലാമേ, എൻ്റെ ശരീരത്തിലെ ഓരോ വേദനയിലും എൻ്റെ കാൽവരി മലയിൽ എനിക്ക് വേണ്ടി മരിച്ച ഈശോയുടെ വേദനയോട് ചേർത്ത് ഞാനത് ഈശോയെ സ്നേഹിക്കാൻ ഉപയോഗിക്കുക. ഈശോയെ സ്നേഹിക്കുകയാണ്. എൻ്റെ ഓരോ വേദനയിലും ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുകയാ. ഇത് പറഞ്ഞയാൾ അൽഫോൻസാമ. അവിടെ പോലും എൻ്റെ ഈ വേദന ഒന്ന് മാറ്റിത്തരണേന്ന് അൽഫോൻസാമ പ്രാർത്ഥിച്ചിട്ടില്ല. ഈശോയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയാൽ വേദന സഹിക്കുകയായിരുന്നു ചെയ്തത്. ഈ അൽഫോൻസാമയുടെ അടുത്ത് വന്ന് 75 വയസ്സ് പ്രായമുള്ള അമ്മച്ചി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അൽഫോൻസാമേ, എൻ്റെ നടുവേദന. പ്രായമായി കഴിയുമ്പോൾ നടുവും കാലമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാവും സഹോദരങ്ങളെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് എന്നെ കണ്ടാൽ എന്തോരം പ്രായം തോന്നും. ഞാൻ വയസ്സ് വെളിപ്പെടുത്തുന്നില്ല, എനിക്കില്ലാത്ത വേദനകളില്ല. അപ്പം നിങ്ങളുടെ കാര്യം പറയണോ? എൻ്റെ കാലിന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ആയുസ് 10 വർഷമാണ്. അത് കഴിഞ്ഞ് വീൽ ചെയറിലാവുന്ന അവർ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചില്ല, കർത്താവേ എന്നെ വീൽ ചെയറിൽ ഇരുത്തല്ലേ എന്ന്. മഞ്ഞാക്കലച്ചനെ കാണുമ്പോൾ നമുക്ക് ഇരട്ടി അഭിഷേകം കൂടും. ഇന്ന് അച്ഛൻ്റെ ഒരു ആശീർവാദം കൃത്യം ഞാൻ അവിടെ വന്നിരുന്ന അച്ഛന് ഒരു ആശീർവാദം മേടിച്ചു. അച്ഛ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനം ലാഭമാണെന്ന് തിരിച്ചറിയണം. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക, ഓരോ സ്ഥലത്തേക്ക്, അട്ടപ്പാടിക്കും അണക്കരയ്ക്കും ഒക്കെ ഓടുന്നു. വചനം കേൾക്കുന്നില്ല, അവിടെ പ്രഘോഷിക്കുന്ന വചനം കേൾക്കുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവിടെ പറയുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ മനസാന്തരത്തിന് കാരണമാവും. ഇപ്പോഴും പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഉടമ്പടി എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ജോലി കിട്ടണം, അത് വേണം, ഇത് വേണം. അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഉടമ്പടി എടുക്കണം. അത് കൃപാസനത്തിൽ നടക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. മരിയ സമർപ്പണത്തിൻ്റെ വേറൊരു രീതിയാണ്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞ അല്ലെങ്കിൽ പഠിപ്പിച്ച ഒരു മരിയ സമർപ്പണമുണ്ട്. അതിനെ മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉടമ്പടി. മാതാവും അവർ ഉടമ്പടി എടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗവുമായിട്ട് ഉടമ്പടി. ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഉടമ്പടി അല്ലാതെ, രോഗം മാറാൻ വേണ്ടിയുള്ള ഉടമ്പടി അല്ലാതെ, സ്വർഗത്തിന് പരിശുദ്ധ അമ്മ വഴി നമ്മളെ തന്നെ അടിമ വയ്ക്കുന്ന ശുശ്രൂഷയാണ് ഉടമ്പടി എടുക്കുക അല്ലെങ്കിൽ മരിയ സമർപ്പണം നടത്തുക. ഞാൻ എല്ലാ വർഷവും മരിയ സമർപ്പണം നടത്തുന്നയാളാണ്. വർഷാവർഷം അത് പുതുക്കുന്നയാളാണ്. ചേർന്ന് പറ ഹല്ലേലൂയ, അവരൊക്കെ പറ ഹല്ലേലൂയ. നമ്മളിങ്ങനെ ഓടുകയാ സുഖത്തിനു വേണ്ടി, സന്തോഷത്തിന് വേണ്ടി. ശരീരം സുഖമായിരിക്കണം അല്ലേ? ഇച്ചിരി വേദന വന്ന കിടക്കുമ്പോഴൊക്കെ ഒരു അസ്വസ്ഥത, ആ കിടക്കുമ്പോഴുള്ള സുഖം കിട്ടണില്ല. അതുകൊണ്ട് ശരീരസുഖം കിട്ടണം, പണം ഉണ്ടാവണം, ജോലി കിട്ടണം, വിദേശത്തേക്ക് കയറി പോകണം. ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങളാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. സുഖലോലുപത. ദൈവം പോലും സുഖലോലു, അതായത് കറവ പശു. ദൈവത്തെ പോലും ഇപ്പൊ നമ്മൾ കറവ പശു ആയിട്ടാ കാണണേ. പണ്ട് ഞാൻ അട്ടപ്പാടിയിൽ ഞാൻ കുറച്ച് വർഷങ്ങൾ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ അന്ന് അവിടെ ഉള്ള സമയത്ത് ഒരു സംഭവം നടന്നു. ആദിവള്ളി കൺവെൻഷൻ നിർത്തി ഇങ്ങനെ ശാന്തമായിട്ട് വരുന്ന സമയം. ആ സമയത്ത് ഇങ്ങനെ വട്ടായച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെങ്കൊച്ച് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവളുടെ തലയിൽ കൈവച്ചപ്പോൾ തന്നെ അച്ഛന് മനസ്സിലായി ഇവൾക്ക് എന്തോ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബിനോയ് അച്ഛൻ ആ വഴിക്ക് വന്നു. ബിനോയ് അച്ഛൻ വന്ന് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് അച്ഛനോട് എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, എന്തോ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് ബിനോയ് അച്ഛൻ ആ വഴിക്ക് വന്നു. ആ സമയത്ത് കൃത്യം ബിനോയ് അച്ഛനെ കണ്ടപ്പോൾ വട്ടായച്ചൻ പറഞ്ഞു, പോയി ഈ കൊച്ചിനോട് പറഞ്ഞു, പോയി ആ അച്ഛൻ്റെ അടുത്ത് പോയി ഒരു ആശീർവാദം മേടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ബിനോയ് കൈ കൊണ്ട് ഒരു കണ്ണുകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചു, നോക്കിക്കോളാൻ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ പെങ്കൊച്ച് 2 കസേര അച്ഛൻ വലിച്ചിട്ടു അവിടെ ഇരുത്തി സംസാരിച്ചു. മോളെ, അച്ഛൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ എടുത്തു വഴിക്ക് പെങ്കൊച്ച് പറയണം, ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കണ്ട. അപ്പോൾ അച്ഛന് മനസ്സിലായി ഇത് എന്തോ ഇച്ചിരി മൂത്ത കേസാണ്. അപ്പം അതൊക്കെ ബിനോയിച്ച് കണ്ണുയർത്തി വട്ടായിലച്ഛനെ നോക്കി. വട്ടായിലച്ഛൻ ഒന്നോ തലയാട്ടി.
അത് തന്നെയാണ് കേസ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ അച്ഛൻ പതിയെ 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 പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ആ കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. പെങ്കൊച്ച അച്ഛനോട് പറയും, എൻ്റെ അച്ഛാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര പ്രശ്നക്കാരിയല്ല. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്ന കുട്ടിയാണ്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. ഞാൻ ജീസസ് യൂത്തിലും പല സംഘടനകളും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയിട്ടുണ്ട്. 10-20 മിനിറ്റ് ബൈബിൾ ഷെയറിംഗ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നന്നായി പോയിരുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് എന്നാ പറ്റി മോളെ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പൊ അവള് പറയുവാണ്, എൻ്റെ അച്ഛാ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രാർത്ഥന, ജീസസ് യൂത്ത്, കുർബാന, കുമ്പസാരം, ഇങ്ങനെ അത്ര തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി വേല ചെയ്തിട്ടും എൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഒരു പ്രാർത്ഥിക്കില്ല, പള്ളി പോവില്ല, പ്രേയർ ഗ്രൂപ്പില്ല, കുമ്പസാരം ഇല്ലാതെ നടക്കുന്ന സകല പിള്ളേർക്കും ജോലി കിട്ടി. എനിക്ക് മാത്രം ജോലി കിട്ടിയില്ല. പിന്നെ എന്തിനാ അച്ഛാ ഞാൻ ഈ പരിപാടിക്ക് പോണേ? അപ്പൊ ഇവളുടെ ആവശ്യം എന്തായിരുന്നു? ഇവള് പ്രാർത്ഥിച്ചത് എന്തിനാ? ഇവള് കുർബാനയ്ക്ക് പോയ എന്തിനാ? ഇവള് മറ്റേ കാറ്റീസം പഠിപ്പിക്കാൻ പോയി എന്തിനാ? ബൈബിൾ ഷെയറിംഗ് നടത്തി എന്തിനാ? ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചെന്തിനാ? ഞാൻ ചോദിക്കുമ്പോ അല്ലെ, പശുവിനെ നമ്മൾ മേടിച്ച് വീട്ടിൽ നിർത്തിയാൽ എന്തിനു വേണ്ടിയിട്ട് അതിന് പശുവിനെ വളർത്തുന്നത്? പാല് കിട്ടണം. 2 ലിറ്റർ പോരാ, 15 ലിറ്റർ പാല് കിട്ടണം. അതൊരു 5 ലിറ്റർ ആയിട്ട് കുറഞ്ഞാൽ പശുവിനെ നമ്മൾ തട്ടും. എങ്ങോട്ടേക്ക്? അറക്കാൻ കൊടുക്കും, തട്ടിവിലക്ക് കൊടുക്കും. കാരണം എന്താ? കാരണം ഇതിനെ കൊണ്ട് ഇനിയൊരു ഗുണമില്ല. അർത്ഥോ? അപ്പൊ ക്രിസ്തു ആരാ? നമുക്ക് ക്രിസ്തു ആരാ? കറവ പശു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ കർത്താവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാ പ്രാർത്ഥിക്കണേ. അവിടെയാണ് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്. സുഖലോലുപത, മദ്യാസക്തി. ചേട്ടന്മാര് വളരെ കുറവാണ് ഈ കൂട്ടത്തിൽ കാണുന്നത്. എന്തായാലും കള്ളു കുടിക്കുന്ന ചേട്ടന്മാരെ ഓർത്തോണം. കള്ളു കുടിച്ചുകൊണ്ട് അനുതപിക്കാതെ മരിച്ചാൽ നിത്യ നരകത്തിൽ പോയി കിടക്കും. ആര് കുർബാന ചൊല്ലിച്ചിട്ടും കാര്യമില്ല. മാർപ്പാപ്പ കുർബാന 30 എണ്ണം ചൊല്ലിയാലും കാര്യമില്ല, സ്വർഗത്തിൽ പോവില്ല. കാരണം ദൈവരാജ്യത്തിന്റെ വാതിലടയ്ക്കുന്ന പാപമാണ് മദ്യാസക്തി. ദൈവരാജ്യത്തിന്റെ വാതിലടയ്ക്കുന്ന പാപം. ഇത് ബ്രദർ പറഞ്ഞതല്ല, ഇത് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ദൈവത്തിന്റെ വചനം അങ്ങനെ പറഞ്ഞിട്ടുള്ളിടത്തോളം കാലം ഞാൻ ശക്തിയോടെ അത് പ്രഘോഷിക്കും. കാരണം ദൈവവചനം പറയുന്നത് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് തന്നെ. എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞ അവിടെ ഇറച്ചിതീനിയും മദ്യസേവയും. ദൈവവചനം പറഞ്ഞ നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. ക്ഷമിക്കപ്പെടും. മദ്യസേവ മരിക്കുന്നവരെ ക്ഷമിക്കപ്പെടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നത്. ഉറക്കെ പറ ഹല്ലേലൂയ. വലതുകരം എടുത്ത് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അപ്പൊ ഇതാ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിന്റെ മനസ്സ് ദുർബലമാക്കപ്പെടുകയും ആ ദിവസം ഒരു കെണി പോലെ നിന്റെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ആ ദിവസം ഒരു കെണി പോലെ നിന്റെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഒരു പാട്ടില്ലേ? മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരു അന്തി വെളിച്ചത്തിൽ ഒരു ചുവന്ന തീക്കനൽ പോലൊരു മാലാഖ മരണത്തിന്റെ സന്ദേശവുമായി എൻ്റെ അടുത്ത് വന്നു. കേട്ടു നടുങ്ങി മനമിടറി, ഭീതി പരന്നൻ സ്വരമിടറി, മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ഒരു നിമിഷം ഒരുങ്ങാൻ, ഒന്ന് കുമ്പസാരിക്കാൻ, ഒന്ന് പള്ളിയിൽ പോവാൻ, ഒന്ന് അയ്യോ സോറി കർത്താവേ എന്നൊന്ന് പറയാൻ ഒരു നിമിഷം. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, വിധിയുടെ പിടിയിൽ അമർന്നു ഞാൻ, നാഥ നീ താൻ അവലംബം. കണ്ടോ, ഇതാണ് ഈ വചനം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഇന്ന് വ്യഗ്രത ഓടിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ ഓടുന്നത്? എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ. ധ്യാനം കൂടെ സമയമില്ല, പള്ളി പോകാൻ സമയമില്ല. ഇപ്പൊ കൊറോണയും കൂടെ കഴിഞ്ഞപ്പോ പള്ളിയിലേ ബാക്കി എല്ലായിടത്തും പോകുന്നുണ്ട്. എത്രയോ കുടുംബങ്ങളിൽ എല്ലാ ദിവസവും പള്ളി പോയിക്കൊണ്ടിരുന്നവര് ഇന്ന് TV വെച്ചുകൊണ്ടിരിക്കുക കുർബാന കാണാൻ. ശാലോം ടെലിവിഷനിലൊക്കെ പണ്ട് മുതൽ
ഇങ്ങനെ എഴുതി കാണിക്കുമായിരുന്നു, മാധ്യമങ്ങളിലൂടെയുള്ള കൂദാശ സ്വീകരണം സാധുവല്ല. ഞായറാഴ്ച കുർബാന പോലും പോണില്ല, ബാക്കി എല്ലായിടത്തും പോകുന്നുണ്ട്. ഇറച്ചി മേടിക്കാൻ വേണ്ടി ഇറച്ചിപ്പന്തലി പോണില്ലേ, അറവുശാലയിലേക്ക് പോണ്ട്, പള്ളിയിൽ പോകാനേ ബുദ്ധിമുട്ടുള്ളൂ. ടി-വിയിൽ കാണുന്നുണ്ടെന്ന്, ടി-വിയില് കൊറോണ സമ്മാനിച്ചതാ. അപ്പോ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ധ്യാനം കൂടാൻ പോവാൻ പറയുമ്പോ പറയും, ഓ സമയമില്ല. പണ്ട് വട്ടാലച്ചൻ ഒരു വലിയ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ വട്ടാലച്ചൻ്റെ അടുത്ത് ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നു, ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് തോന്നുന്നു, അച്ഛാ പ്രാർത്ഥിക്കണം, ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം വന്നേക്കുവാണ്, അച്ഛനെ കാണാനായിട്ട് പ്രാർത്ഥിക്കണം. ഇതിനകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അച്ഛാ കടബാധ്യത തലേ കയറിയേക്കുവാ, ഒരു രക്ഷയില്ല അച്ഛാ, ഒരു രക്ഷയില്ല, എനിക്ക് ജീവിക്കാൻ പറ്റണില്ല അച്ഛാ. ഭാര്യയും ഭർത്താവോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ജീവിക്കാൻ പറ്റുന്നില്ല അച്ഛാ, ആകെ ടെൻഷനാണ്, രാത്രി ഉറങ്ങാൻ പറ്റില്ല, ഇതൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സഹോദരി, നിന്റെ കടബാധ്യതയ്ക്ക്, നിന്റെ തകർച്ചയ്ക്ക് നിന്റെ ജീവിതത്തിൽ ഒരു ഉത്തരം കർത്താവ് തരും. ആ ഉത്തരം കേൾക്കാൻ ഈ 5 ദിവസമുള്ള കൺവെൻഷൻ കൂടിക്കോ, കർത്താവ് ഈ കൺവെൻഷനിൽ നിനക്കൊരു ഉത്തരം തരും. ചേട്ടൻ പറഞ്ഞു, അയ്യോ അച്ഛാ, എൻ്റെ ബിസിനസ് ആകെ താറുമാറിലായി പോവും, കൺവെൻഷൻ കൂടാൻ പറ്റില്ല അച്ഛാ. ഞാൻ ഒരു 3-4 മാസം കഴിഞ്ഞ് അട്ടപ്പാടി വന്ന് ഒരു താമസിച്ചുള്ള ധ്യാനം കൂടിക്കോളാം, താമസിച്ചുള്ള ധ്യാനം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ ആവുന്നത്ര പറഞ്ഞു, സഹോദരങ്ങളെ ഇപ്പം ഈ ധ്യാനം കൂട്, താമസിച്ചുള്ള ധ്യാനം പിന്നീടല്ലേ, ഈ ധ്യാനം കൂടി, ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് കർത്താവ് ഒരു ഉത്തരം തരും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ അവരങ്ങ് പോയി. അവർ ധ്യാനം കൂടിയില്ല, അവരെന്തായാലും അങ്ങനെ അങ്ങോട്ട് പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ, ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ബിനോയ് അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ ഒരു സഹോദരി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനും എൻ്റെ ഭർത്താവും കൂടെ 3-5 മാസം മുമ്പ് ഇന്ന സ്ഥലത്ത് കൺവെൻഷൻ വട്ടാലിസിനെ ചെന്ന് കണ്ടു. അന്ന് അച്ഛൻ ധ്യാനം കൂടാൻ പറഞ്ഞപ്പോൾ ധ്യാനം കൂടാതെ ഞങ്ങൾ പോന്നു, അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ഒരാഴ്ച ധ്യാനം കൂടാൻ വന്നിരിക്കുക, അച്ഛാ പ്രാർത്ഥിക്കണേ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, സഹോദരി ഭർത്താവ് എവിടെ? അപ്പോൾ പറഞ്ഞു, 1 മാസം മുമ്പ് എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. 1 മാസം മുമ്പ് എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയാ. അവർക്കൊരു ഉത്തരം കർത്താവ് കൊടുത്തു. അന്നത് വ്യഗ്രത, ജീവിത വ്യഗ്രത. ഇതാണ് ജീവിത വ്യഗ്രത. ഇതാ വചനം പറയുന്നത്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിന്റെ മനസ്സ് ദുർബലമാക്കപ്പെടുകയും ആ ദിവസം ഒരു കെണി പോലെ നിന്റെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എൻ്റെ സഹോദരങ്ങളെ, നാളെ എന്ന് പറഞ്ഞു മാനസാന്തരത്തെ നീട്ടിവെക്കരുത്. നാളെ എന്ന് പറഞ്ഞു മാനസാന്തരത്തെ നീട്ടിവെക്കരുത്. കർത്താവിന്റെ വചനം അനുസരിക്കണം. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഇതൊരു ശുദ്ധീകരണമാണ്. നാം കടന്നു പോകേണ്ടവരാണ്. ഈ ഭൂമിയിൽ നിന്ന് നാം കടന്നു പോകേണ്ടവരാണ്, അല്ലെ? പെസഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കടന്നുപോകൽ എന്ന, ഈ ഭൂമിയിൽ നിന്ന് കടന്ന്. പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള കടന്നുപോകലാണെങ്കിൽ, പുതിയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് എന്താ? പുതിയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് ഈ ഭൂമിയാകുന്ന ഈ അടിമത്തത്തിൽ നിന്ന്, പിശാചിന്റെ, ലോകത്തിന്റെ, ജഡത്തിന്റെ ഈ അടിമത്തത്തിൽ നിന്ന് സ്വർഗത്തിന്റെ നിത്യതയിലേക്ക് കടന്നു പോകേണ്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ പെസഹായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചേർന്ന് പറ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത്, നിങ്ങൾ ശത്രുത അവസാനിപ്പിക്കണം, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന ഓർക്കണം. നാളെ എന്ന് മാനസാന്തരം മാറ്റിവെക്കരുത്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം. ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ, നിങ്ങൾ ചോദിച്ച ജോലി വേണം, അത്യാവശ്യം തന്നെ. നിങ്ങൾ ചോദിച്ച കർത്താവ് അത് സാധിച്ചു തരും. നിങ്ങളുടെ കടബാധ്യത മാറണം, ചോദിച്ച കർത്താവ് അത് സാധിച്ചു തരും. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ദൈവവചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം. ദൈവവചനം ഓർമ്മിപ്പിക്കുക, ഫലമില്ലാത്ത വൃക്ഷങ്ങൾ, ഫലങ്ങൾ നൽകാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലെറിയപ്പെടും. വൃക്ഷത്തിന്റെ വേരിന് കോടാരി വെക്കപ്പെട്ടിരിക്കുന്നു. ഫലങ്ങളില്ലാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലെറിയപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയുന്നത്, പ്രഭാഷകൻ 28:6 പറയാണ്, ജീവിതാന്ത്യം ഓർത്ത് നീ ശത്രുത അവസാനിപ്പിക്കണം. ജീവിതാന്ത്യം ഓർത്ത് നീ ശത്രുത അവസാനിപ്പിക്കണം. നാശത്തെയും മരണത്തെയും ഓർത്ത് ദൈവത്തിന്റെ കൽപ്പന പാലിക്കണം. നാശമുണ്ട്, നരകമുണ്ട്, ഈ ഭൂമിക്ക് അവസാനം ഒരു ജീവിതമുണ്ട്.
അത് ആലോചിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് നീ ശത്രുത അവസാനിപ്പിക്കണം, പാപം ഉപേക്ഷിക്കണം, മാനസാന്തരപ്പെടണം. ചേർന്ന് പറ ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. അപ്പൊ ചിലർക്ക് ഒരു സംശയമുണ്ട്, ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടോ? ഈ ജീവിതത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടോ? 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 ഇവിടെയാണ് സ്വർഗം, വേറെ സ്വർഗമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രയിലായിരിക്കുമ്പോൾ ആ വണ്ടിയിൽ ഇരുന്നൊരു ചേട്ടൻ പറയാണ്, സ്വർഗമൊക്കെ ഇവിടെ തന്നെ, നരകവും ഇവിടെ തന്നെ അല്ലേ? അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഭൂമിയിലെ സുഖ സൗകര്യങ്ങളിലൊക്കെ ആസ്വദിച്ച് ഈ ഭൂമിയിൽ അങ്ങോട്ട് ജീവിച്ചാൽ ഇതാണ് സ്വർഗം, ഇതിനപ്പുറത്ത് വേറൊരു സ്വർഗം ഇല്ല. ചില നിരീശ്വരവാദികളൊക്കെ അങ്ങനെയാ പഠിപ്പിക്കണേ അല്ലേ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു കഥ പറയാം. ആ കഥ ഇങ്ങനെയാണ്. ഒരു അമ്മയുടെ വയറ്റിൽ 2 കുട്ടികൾ, ഒരു ഗർഭിണിയായ ഒരു അമ്മച്ചി, ഈ അമ്മയുടെ വയറ്റിൽ 2 കുട്ടികൾ, ട്വിൻസാണ്. ഇവർക്ക് 2 പേർക്കും പരസ്പരം വർത്തമാനം പറയാം എന്ന് വിചാരിക്കും. നടന്ന സംഭവമൊന്നുമല്ല, നിങ്ങൾ പേടിക്കണം. ദൈവമേ, ഈ ബ്രദർ മുട്ട പറയുന്നു എന്ന് പറയരുത്. ഒരു കഥ അത്രേ ഉള്ളൂ, നടന്ന സംഭവം അല്ല. ഓക്കെ, അപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുട്ടികൾക്ക് പരസ്പരം സംസാരിക്കാം എന്ന് വിചാരിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ ഇവര് ഇങ്ങനെ, ഒരാളുടെ പ്രത്യേകത, അവൻ നല്ല പ്രത്യാശയുള്ള ഒരു കുട്ടി, നല്ല പ്രത്യാശയുള്ള. മറ്റവൻ ഒട്ടും പ്രത്യാശയില്ലാത്ത ഒരു നിരീശ്വരവാദിയുടെ പോലത്തെ ഒരു കുട്ടി. ഒരാൾ നല്ല പ്രത്യാശയുള്ളവൻ, ഒരു പ്രത്യാശയില്ലാത്ത ഒരുത്തൻ. അപ്പോൾ ഈ പ്രത്യാശയില്ലാത്തവൻ ഒരു ദിവസം ഒരു 9 മാസമൊക്കെ ആയപ്പോൾ പ്രത്യാശയുള്ളവനോട് പറഞ്ഞു, എടാ നമ്മൾ മരിക്കാറായിന്ന്. അപ്പോൾ പ്രത്യാശയുള്ളവൻ പറഞ്ഞു, നീ എന്നാടാ അങ്ങനെ പറഞ്ഞത്? അല്ലടാ, നമ്മൾ പണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 പേരും കൂടെ കിടക്കണ സമയത്ത് നമുക്ക് സുഖമായിട്ട് ഇതിനകത്തെ കൂടെ നമുക്ക് സഞ്ചരിക്കാമായിരുന്നു, ഓടിക്കളിക്കാമായിരുന്നു, ചാടാമായിരുന്നു, അറിയാമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് 2 പേർക്കും കൂടെ ജീവിക്കാൻ പറ്റില്ല. കണ്ടോ, നമ്മൾ ഭയങ്കര ടൈറ്റായി, അനങ്ങാൻ പോലും പറ്റണില്ല, 2 പേരാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ നമ്മൾ ഇതിൽ ശ്വാസം മുട്ടി മരിക്കും. അപ്പോൾ പ്രത്യാശയുള്ള കുട്ടി പ്രത്യാശയില്ലാത്തവനോട് പറഞ്ഞു, എടാ, ഇതല്ല നമ്മുടെ നിത്യമായ വാസസ്ഥലം, നമ്മൾ ഇവിടെ കിടന്ന് മരിക്കില്ല. ഇവിടെ നിന്നുള്ള നമ്മുടെ മരണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതിന് പുറത്തുള്ള വേറൊരു ലോകത്തിലോട്ടുള്ള ജനനമാണ്. ഇതിന് പുറത്ത് നമുക്കൊരു ജനനമുണ്ട്, നമുക്കൊരു ലോകമുണ്ട്. അവിടെ നമുക്കൊരു അമ്മയുണ്ട്, അവിടെ നമുക്കൊരു അച്ഛനുണ്ട്, അവിടെ നമുക്ക് സഹോദരങ്ങളുണ്ട്, അവിടെ നമുക്ക് കൂട്ടുകാരുണ്ട്, അവിടെ വിശാലമായ ഒരു പ്രപഞ്ചമുണ്ട്. ഇതാണ് നാം നോക്കി പാർക്കുന്നത്. ഇതിനപ്പുറത്ത് നാം ഒരു വിശാലമായ ലോകത്തേക്ക് നമുക്ക് ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വലിയ ലോകത്തോട്ട് നമ്മൾ പോകും. എടുത്ത വഴിക്ക് മറ്റേ പ്രത്യാശയില്ലാത്ത കുട്ടി പറഞ്ഞു, എടാ പൊട്ടക്കുണാപ്പാ, നിന്റെ ഈ ചിന്തയുണ്ടല്ലോ, ഇതൊരു ബൂർഷ്വാ ചിന്തയാണ്. ഇതിനപ്പുറത്ത് വേറൊരു ലോകമില്ല. ഇതിനപ്പുറത്ത് അമ്മയോ ആ സാധനം എന്നാ, അങ്ങനെ ഒരു സാധനം ഇല്ല. നീ കണ്ടിട്ടുണ്ടോ അമ്മേനെ? പ്രത്യാശമുള്ള കൊച്ചിനോട് ചോദിക്കുകയാണ്, നീ കണ്ടിട്ടുണ്ടോ അമ്മേനെ? അപ്പൊ അയ്യോ ഞാൻ കണ്ടിട്ടില്ല. അതാണ് പറഞ്ഞ, കാണാത്തതിനെ വിശ്വസിക്കരുത്, കണ്ടാ മാത്രമേ വിശ്വസിക്കാവൂ, കാണാത്തതിനെ വിശ്വസിക്കരുത്. അവൻ പറഞ്ഞു, ഇല്ല അമ്മയുണ്ടടാ, അപ്പനുണ്ടടാ. ഇവൻ പറഞ്ഞു, ഞാൻ സമ്മതിക്കത്തില്ല, അപ്പനും അമ്മയും ഉണ്ടെന്ന്, ഞാൻ സമ്മതിക്കാം, അങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന്. നമ്മൾ ഇവിടെ തീരും. അവസാനം നീ കണ്ടിട്ടില്ലെങ്കിൽ നിനക്ക് എങ്ങനെ അറിയാം അമ്മയുണ്ടെന്ന്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല, ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, പക്ഷേ ഒന്നെനിക്കറിയാം, ഞാൻ എൻ്റെ അമ്മയാൽ പൊതിയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മയെ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ഞാൻ എൻ്റെ അമ്മയാൽ പൊതിയപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പതിവ് പോലെ 9 മാസം 9 ദിവസം 9 വിനാഴിക പ്രസവം കഴിഞ്ഞു. ഇതാ അമ്മയുടെ മടിത്തട്ടിലോട്ട് അവൻ ജനിച്ചു. ഇതുപോലെയാണ് പ്രിയ സഹോദര സഹോദരി, ഒരു മനുഷ്യന്റെ ആയുസ്സിൽ മരണം എന്ന് പറയുന്നത് ഈ ഭൂമിയാകുന്ന ഗർഭാശയത്തിൽ നിന്ന് സ്വർഗമാകുന്ന വലിയ ലോകത്ത് ദൈവപിതാവിന്റെ മടിത്തട്ടിലോട്ടുള്ള ജനനമാണ് നിന്റെ മരണം. ഭൂമിയാകുന്ന ഗർഭാശയത്തിൽ നിന്ന് സ്വർഗമാകുന്ന വലിയ ലോകത്ത് ദൈവപിതാവിന്റെ മടിത്തട്ടിലോട്ടുള്ള ജനനമാണ് നിന്റെ മരണം. ഇത് നീ വിശ്വസിച്ചാലും ഇല്ലേലും അത് സംഭവിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ചില കേസുകളിൽ അബോർഷൻ സംഭവിക്കും. ചില കേസുകളിൽ അബോർഷൻ സംഭവിക്കും. ഗർഭം അലസിപ്പോകും. ഈ ഭൂമിയാകുന്ന ഗർഭാശയത്തിൽ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി നീ പാപം ചെയ്ത് ദൈവത്തിന് നിഷിദ്ധമായത് ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് ഗർഭമലസി നിത്യപാതാളത്തിൽ നീ പതിക്കും. ആ വലിയ ലോകത്തോട്ടുള്ള നിന്റെ പ്രവേശനം നടക്കാതെ പോകും. വലതുകരമെടുത്ത് പറ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ്,
ദൈവവചനം പറയാണ്, പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കണം, ലോകത്തിന്റെ വഴികളെ ഉപേക്ഷിക്കണം, തിന്മയുടെ വഴികളെ ഉപേക്ഷിക്കണം, സ്വാർത്ഥത ഒഴിവാക്കണം. മറ്റുള്ളവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും വെച്ചുകൊണ്ട് നീ ബലിയർപ്പിക്കാൻ പോയാൽ ദൈവവചനം പറയാണ്, ബലിവസ്തു താഴെ വെക്കുക. നീ ആദ്യം പോയി അവനോട് രമ്യതപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത്? ഇത് നിനക്ക് നാശം തരും. ദൈവവചനം പറയാണ്, കർത്താവിന്റെ അപ്പം അയോഗ്യതയോടെ ഭക്ഷിച്ചാൽ എന്താണ്? നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. മരണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ മരണത്തെയല്ല ഉദ്ദേശിക്കുന്നത്, നിത്യമരണം, നിത്യനരകത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു ഓട്ടമാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. അല്ലേ? 2 തിമോത്തി 4-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ, 2 തിമോത്തി 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ വചനം പറയുകയാണ്, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു, നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. നീതിപൂർവം വിധിക്കുന്ന കർത്താവ്. ഞാൻ നല്ലവണ്ണം പൊരുതി, ഞാൻ നല്ലവണ്ണം ഓടി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എങ്ങോട്ടാ ഞാൻ ഓടിയത്? കാനഡയിലോട്ടോടി, UK-ലോട്ടോടി, പിന്നെ എങ്ങോട്ടാ ഓടിയത്? അമേരിക്കയിലോട്ടോടി, ഇറ്റലിയിലോട്ടോടി, അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് ഓടി. അവിടെ ഓടിയിട്ടോ അവിടെ സുഖലോലുപനായി ജീവിച്ചു, ദൈവവചനം ഇല്ലാതെ ജീവിച്ചു, പണത്തിന്റെ പിന്നാലെ ഓടി, ബിസിനസിന്റെ പിന്നാലെ ഓടി, അങ്ങനെ ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. പെട്ടി കിടക്കുക, ഇപ്പോൾ ഓട്ടം പൂർത്തിയാക്കി പെട്ടി കിടക്കുക, അല്ലേ? വീട്ടിൽ കൊണ്ടുവന്ന് ആഘോഷമായിട്ട് കിടത്തിരിക്കുക. പണ്ട് ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞ ഒരു അനുഭവം, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു സഹോദരി ഷെയർ ചെയ്ത ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ആ സഹോദരിയുടെ ഭർത്താവ് വിദേശത്ത് കിടന്ന് കോടികളുണ്ടാക്കി, കുറേ വർഷം ചോര നീരാക്കി എന്ന് പറയാം, അതുപോലെ അധ്വാനിച്ച് കോടികളുണ്ടാക്കിയിട്ട് ഇതെല്ലാം വെച്ച് നാട്ടിലൊരു വലിയ വീട്, ഒരു 1-2 കോടി മുടക്കി നാട്ടിലൊരു വലിയ പടുകൂറ്റൻ ബംഗ്ലാവ് ഉണ്ടാക്കി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നിട്ട് അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം വെച്ചു. രാവിലെ 11 മണിക്ക് വികാരിയച്ഛൻ വന്ന് വീട് വെഞ്ചിരിക്കും, രാവിലെ 11 മണിക്ക്. എന്നിട്ട് 11 മണി കഴിഞ്ഞ് വെഞ്ചിരിപ്പ് കഴിഞ്ഞ് അച്ഛനൊരു ഫുഡും കൊടുത്ത് അച്ഛനെ പറഞ്ഞ് പാക്ക് ചെയ്ത് വീട്ടിലോട്ട് വിടും. പിന്നെ റിസപ്ഷൻ വെച്ചിരിക്കുന്നത് വൈകുന്നേരം 5 മണി തുടങ്ങി അങ്ങോട്ട് റിസപ്ഷൻ, ആഘോഷമായ റിസപ്ഷൻ. ഒരു സൈഡിൽ ഫുഡ്, എല്ലാം ബുഫേ സിസ്റ്റം ആണല്ലോ ഇപ്പോൾ. ഒരു സൈഡിൽ ഫുഡ്, ഒരു സൈഡിൽ കള്ള്, എന്താ വേണ്ട ബാക്കി എല്ലാ സെറ്റപ്പും. അങ്ങനെ വികാരിയച്ഛൻ വന്ന് വീട് വെഞ്ചിരിക്കുമ്പോൾ കട്ടിലപ്പടിയിലും മേൽപ്പടിയിലൊക്കെ റൂഷ്മ വെച്ച് കർത്താവിന് നിരക്കാത്തതൊന്നും ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വീട് ആശീർവദിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് അങ്ങ് പ്രതിഷ്ഠിക്കും. ഈശോയുടെ തിരുഹൃദയമേ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്നവരെയും അങ്ങനെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് കട്ടിലപ്പടിയും മേൽപ്പടിയും മുദ്ര വെച്ച് ഇനി കർത്താവിന് നിരക്കാത്തതൊന്നും ഈ കട്ടളയ്ക്കുള്ളിലൂടെ ഈ ഭവനത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛൻ ഇറങ്ങിയതിൻ്റെ പിന്നാലെ വികാരിയച്ഛൻ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച വീടിനെ ഇപ്പുറത്തേക്കോടെ പിശാചിനെ കയറ്റി പിശാചിനും പ്രതിഷ്ഠിച്ചു. ഇതാണ് നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്നത്, അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്നത് ഇതാണ്. എന്നിട്ട് പറയും, വികാരിയച്ഛൻ്റെ പ്രാർത്ഥന ശരിയായില്ല. അട്ടപ്പാടി പോയാൽ അല്ലെങ്കിൽ മറ്റേ കൃപാസനത്തിൽ പോയാൽ അവിടത്തെ അച്ഛന് ഭയങ്കര ശക്തിയാണ്, അച്ഛൻ വെഞ്ചരിച്ചാൽ ശരിയാവും, അല്ലേ? പണ്ടൊരു ചേട്ടൻ വന്നിട്ട്, വട്ടാലച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന് വെഞ്ചരിച്ച് തരാമോ? അതെന്നാ വികാരിച്ച് വെച്ചിട്ട് ശരിയായിട്ടില്ലെന്നേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മാർപ്പാപ്പയ്ക്ക് കൊടുത്തിരിക്കുന്ന പൗരോഹിത്യവും നമ്മുടെ വികാരിച്ചിന് കൊടുത്തിരിക്കുന്ന പൗരോഹിത്യവും ഒന്ന് തന്നെ. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, ശുശ്രൂഷ പൗരോഹിത്യമായി ഇവർക്ക് വിരിച്ചു കൊടുത്തു അപ്പസ്തോലന്മാരിലൂടെ. അത് സഭയ്ക്കായിട്ട് നൽകിയിരിക്കുക. ഈ പൗരോഹിത്യം ഒന്ന് തന്നെ. അത് ആരുടെയും മേന്മ കൊണ്ടല്ല, വികാരിയച്ഛൻ്റെയോ മാർപ്പാപ്പയുടെയോ വട്ടായിലച്ഛൻ്റെയോ പ്രത്യേക പുണ്യം കൊണ്ടല്ല ആ പൗരോഹിത്യം ഉണ്ടായിരുന്നു. ഈശോയുടെ പീഡാസഹനത്തിന് യോഗ്യതയാൽ മുദ്രവെക്കപ്പെട്ടത്, അല്ലാതെ അവരുടെ നന്മ കൊണ്ടോ തിന്മ കൊണ്ടോ അല്ല. അതിനകത്ത് കിട്ടുന്ന ബ്ലെസ്സിങ് എല്ലാവർക്കും ഒരുപോലെ തന്നെ. ഏതച്ഛൻ ബ്ലെസ് ചെയ്താലും അതെല്ലാം ഒരുപോലെ തന്നെ. പക്ഷേ കർത്താവ് അപ്പസ്തോലന്മാരെ ഭവനങ്ങളിലേക്ക് അയച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യമേ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുവിൻ. എന്നിട്ട് പറഞ്ഞൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, ഉറങ്ങുന്നവരെ. എന്നിട്ട് പറഞ്ഞൊരു കാര്യം കൂടെ കേൾക്കണേ. ഈശോ പറയുകയാണ്, നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം അവിടെ നിലനിൽക്കണമെങ്കിൽ സമാധാനത്തിന്റെ ഒരു ദൂതൻ അവിടെ ഉണ്ടാകണം. സമാധാനം സ്വീകരിക്കാനുള്ള ഒരു ദൂതൻ, ഈ ആശീർവാദം സ്വീകരിക്കാനുള്ള ഒരു അരൂപി, ഒരു ആത്മീയ ശക്തി, ഒരു ദൂതൻ അവിടെ ഉണ്ടാകണം. ആ ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ നിലനിൽക്കും. അല്ലെങ്കിലോ നിങ്ങളിലേക്ക്
തിരിച്ചു പോകും. വികാരിയച്ഛൻ ആശീർവദിച്ചിട്ട് പോയി മേടയിലോട്ട്. ചേട്ടൻ കള്ളും കൊണ്ട് ആ വഴിക്ക് ചെന്നപ്പോ തന്നെ ദൂതൻ ഇറങ്ങി, വികാരിയച്ഛാ പോവല്ലേ, ഞാനും വരണേ, ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു. പോയി, വിട്ടുപോയി. കണ്ടോ, ഇതാണ് വെഞ്ചിരിപ്പിന് ശക്തിയില്ലാത്തതിന് കാരണം എന്നാ? ഈ ദൂതൻ അവിടെ ഇല്ല. കാരണം ജഡം പാപം കിടക്കുക. എലിയും പല്ലിയൊക്കെ ചത്ത് ചീഞ്ഞ് നാറുന്ന ഒരു മുറി നിങ്ങൾ കയറിയിരിക്കുവോ? പരിശുദ്ധാത്മാവ് നീതിയുടെ വിശുദ്ധിയുടെ ആത്മാവാ. ഇത് മ്ലേച്ഛമായ സ്ഥലത്ത് ഇരിക്കില്ല, ഇറങ്ങിപ്പോവും. സാമുവേൽ പ്രവചനങ്ങളിൽ പറയുന്നില്ലേ, സാവൂളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിപ്പോയി എന്ന് പറയണം. വചനം അങ്ങനെ തന്നെ പറയാം, ഇറങ്ങിപ്പോയി. ദൈവത്തിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടെ നയിച്ചൊരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. കണ്ട, പരിശുദ്ധാത്മാവ് പോയ പിന്നെ ആരാ പറഞ്ഞേ? ദുരാത്മാവ്. അപ്പോ ഈ ചേട്ടൻ അങ്ങനെ ഫംഗ്ഷൻ, വൈകുന്നേരം ഫംഗ്ഷൻ, 5 മണി വരെ ഭയങ്കര ഫംഗ്ഷൻ. ഒരു 10-12 മണിയൊക്കെ ആയി കാണും. എല്ലാവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ഭാര്യനെ ചേച്ചിനെ വിളിച്ചിട്ട്, എടിയേ വാ നമുക്ക് പോയി കിടക്കാം. എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എൻ്റെ വീട്ടിൽ ഇന്ന് എനിക്ക് സമാധാനമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടായ എൻ്റെ വീട്ടിൽ ഇന്ന് എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. ഇത്ര നാൾ ഉറങ്ങിയിട്ടില്ല, ടെൻഷനായിരുന്നു. വീട് പണി, അത് ഇത് സാമ്പത്തികം എല്ലാം മൊത്തം ടെൻഷൻ. ഇന്ന് എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങണമെന്നേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെയും ഉറങ്ങാനായിട്ട് പോയി. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഉറങ്ങാൻ കയറി കിടന്ന് രണ്ടുപേരും കൂടി കിടന്നു. ആഘോഷം, AC മുറിയൊക്കെ ആട്ടെ, ഈച്ചയൊന്നും കൊതുകൊന്നും കയറില്ല, നല്ല അടിപൊളി മുറിയാണ്. കിടന്ന് ഉറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഒരു ഗ്യാസ്, ഉറങ്ങാൻ പറ്റണില്ല. തോണ്ടിയിട്ട് പറഞ്ഞു, എടിയേ വെള്ളം ഉണ്ടോ? അവിടെ ഒരു കുപ്പിയിൽ വെള്ളം ഒരു അതെടുത്ത് കൊടുത്തു. എന്നെ ചേട്ടാ എന്താണെന്നറിയില്ല, ഗ്യാസ് കഴിച്ച ഭക്ഷണം ശരിയായില്ലാണ്ട് എന്തോ ഒരു ഗ്യാസ് അസിഡിറ്റി. വെള്ളം കുടിച്ചു. ചേട്ടാ ചൂടുവെള്ളം വേണോ, ചുക്ക് കാപ്പി വേണോ, എന്തെങ്കിലും മരുന്ന് വേണോ? വേണ്ട, കുഴപ്പമില്ലടി, നീ കിടന്നോ. അപ്പൊ ചേട്ടനോട് ചേച്ചി ഒരു ഓർമ്മപ്പെടുത്തില്ല, ചേട്ടാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിവിടെ തന്നെ കിടപ്പുണ്ട്. വലിയ കാര്യമായി. എന്നിട്ട് അങ്ങനെ അവർ കിടന്നുറങ്ങി. രാവിലെയായി ഒരു 6-6:30 ആയപ്പോൾ ചേച്ചി എണീറ്റ് പോയി. ഒരു 7-7:30 ആയിട്ടും ചേട്ടൻ എണീക്കണില്ല. എണീക്കാതെ ആയി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി വിചാരിച്ചു, ഈ ചേട്ടൻ എന്നാ കിടക്കണം, ഇത്രയും നല്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അങ്ങനെ ചേച്ചി ഒരു കപ്പ് കാപ്പിയുമായിട്ട് ചേട്ടൻ്റെ മുറിയിലോട്ട് ചെന്നു. ചേട്ടാ എണീക്ക്, ചേട്ടാ സമയം 7:30, എണീക്ക്. ചേട്ടൻ എണീക്കണില്ല. ഒന്ന് അനക്കി നോക്കി, കുലുക്കി നോക്കി. അപ്പം എന്തോ പന്തികേട്. ചേച്ചി 2 കൈയും വെച്ച് ചേട്ടനെ വലിച്ചു നിവർത്തി കിടത്തി. നോക്കിയപ്പോൾ ഇതാ മരവിച്ച് ബോഡിയൊക്കെ സ്റ്റിഫായി മരവിച്ച് കിടക്കുക. അടുത്ത് കിടന്ന ചേച്ചി പോലും അറിഞ്ഞില്ല. ചേട്ടൻ്റെ ആത്മാവ് പോയപ്പോൾ അമ്മ ത്രേസ്യ പറഞ്ഞിട്ടില്ലേ, കിളിക്കൂട്ടിൽ നിന്ന് കിളി പറന്നു പോകുന്നത് പോലെ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകും. ചേട്ടൻ പോയി. പിന്നെ നാട്ടുകാർക്കും പന്തലുകാർക്കും ഒന്നും പറഞ്ഞ പ്രശ്നമൊന്നും വന്നില്ല. ആ പന്തലൊക്കെ വലിയ കൊട്ടാരം പോലത്തെ പന്തല വീട്ടുമുറ്റത്തുണ്ടായിരുന്നത്. അതിൻ്റെ ആ സിൽക്ക് പോലത്തെയും വെൽവെറ്റ് പോലത്തെ തുണി മാറ്റി കറുത്ത തുണി കുത്തേണ്ട ബുദ്ധിമുട്ടേ വന്നുള്ളൂ. തലേ ദിവസം വീട് വെഞ്ചിരിപ്പിൽ ആഘോഷമായ സദ്യ. പിറ്റേ ദിവസം ഇതാ ചേട്ടൻ്റെ അതേ വീട്ടിൽ സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ പോയതാ. സമാധാനമായിട്ട് ഉറങ്ങാൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. ആ വീട്ടിൽ അവസാനം ആ ശവസംസ്കാരത്തിൻ്റെ സമയത്ത് കപ്പിയാരിയേട്ടൻ വന്ന് ഈ 2 തിമോത്തി 4:7-8 വാക്യങ്ങൾ പറഞ്ഞു. ആ അവസാനത്തെ ഭാഗത്തെ ആ വാക്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. ആകയാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കിരീടം എന്നെ അണിയിക്കട്ടെ. വികാരിച്ച റോസാപ്പൂവ് കൊണ്ടുള്ള കിരീടം കൂടെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യജീവനിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കട്ടെ. ക്രിസ്ത്യാനിയാണോ കത്തോലിക്കനാണോ, ഈ കിരീടം എല്ലാവർക്കും കിട്ടും, പേടിക്കേണ്ട. പക്ഷെ ജീവന്റെ കിരീടം കിട്ടാൻ അതിനകത്ത് വികാരിച്ചൊരു ക്ലോസും കൂടെ വെച്ചിട്ടുണ്ട്. തലേ ദിവസം വീട് വെഞ്ചരിക്കാൻ വന്ന വികാരിച്ചന ഈ വികാരിച്ചൊരു ക്ലോസും കൂടെ വെച്ചിട്ട് ഇത് വെച്ചു കൊടുത്തേ, വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യജീവനിലേക്ക്. ഇതങ്ങോട്ട് പറഞ്ഞ് കിരീടം വെച്ചപ്പോ നമ്മുടെ കപ്പിയാരേട്ടൻ വേഗം ഒറ്റയും പെട്ടിയടിച്ചു. മണിയേ പോവാണെന്ന് സൈൻ, അത് വീട്ടിൽ നിന്ന് പോണേ എൻ്റെ സൈൻ. മണിയടിക്കും, ഒറ്റയും പെട്ടിയടിക്കും. ആ സമയത്ത് ഒരു പാട്ടും പാടും സിസ്റ്റർമാര്. എന്താണ്? മരണം വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. വിടവാങ്ങുന്നേ നശ്വരമായി ലോകത്തിൽ വിടുതി എനിക്ക് വേണ്ടി തന്ന വീട്. എങ്ങടെ പോണേ? പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. പോവോ? ആർക്കറിയാം? പോവോ? പോണം. എന്നാലേ ക്രിസ്ത്യാനിക്ക് ഒരു ജീവിതത്തിന് വിലയുള്ളൂ. പോണം. പരിശുദ്ധന്മാര് പരമാനന്ദം നുകരുന്ന സ്ഥലത്തേക്ക് അവയെല്ലാം കടന്നു പോകും. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ
കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. ഇതിനു വേണ്ടിയാ ഈ ചേട്ടൻ ഈ ഓട്ടം മുഴുവൻ ഓടിയത്. ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ഈ വീടുണ്ടാക്കാൻ ഒരു ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും. നിർത്തു ബ്രദറേ, ചില ചേച്ചിമാരും നിർത്തൂല, മൊത്തം കേട്ടിട്ട് പോയാ മതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊക്കെ നമ്മൾ ഈ സുഖിപ്പിക്കണ വചനം മാത്രം കേട്ട് കേട്ട് അങ്ങ് സുഖിച്ചിരിക്കും. ഇതല്ല സഹോദരങ്ങളെ ക്രിസ്തീയ ജീവിതം. രക്തസാക്ഷിയാവണം, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാവണം. അതാണ് ക്രിസ്ത്യാനി. വാളിന്റെ മുമ്പിൽ 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതെന്ന് കത്തുന്ന പന്തങ്ങളായി അവര് ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ കെട്ടി നിർത്തിയില്ലേ, ശരീരത്തിൽ ഇങ്ങനെ നാട ചുറ്റിയിട്ട് എണ്ണ ഒഴിച്ചങ്ങ് കത്തിക്കുക, ഉദ്യാനങ്ങളിൽ കത്തിച്ചു നിർത്താൻ. ഒരു വിശുദ്ധനുണ്ട് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അന്ത്യോക്ക്. ഇദ്ദേഹം ഉണ്ടല്ലോ സഹോദരങ്ങളെ, ഇദ്ദേഹത്തെ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തെ പിടിച്ച് സിംഹങ്ങൾക്ക് ഇട്ടുകൊടുത്തു ചക്രവർത്തി, റോമ ചക്രവർത്തി. എന്നിട്ട് ആ കൊളോസി ഇന്നുണ്ട്. കൊളോസി ഞാൻ റോമിയോ പോയപ്പോൾ കണ്ടതാ. കൊളോസി ഉണ്ട് ഇപ്പോഴും. ആ കൊളോസിയത്തില് രാജാവും പരിചാരങ്ങളും ഒക്കെ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കും. ഇവനെ കടിച്ചു വലിച്ച് തിന്നത് കാണുമ്പോൾ ഇവനെ പിടിച്ച് പട്ടിണി കിടക്കുന്ന സിംഹങ്ങൾക്ക് ഇട്ടുകൊടുത്തു. ആ സമയം സിംഹങ്ങൾ ഓടി വന്നു. ഇവന്റെ അടുത്ത് വന്നപ്പോൾ, ഇഗ്നേഷ്യസിന്റെ അടുത്ത് വന്നപ്പോൾ അവർ അനങ്ങിയില്ല, ചുറ്റും നിന്നു. ആ സമയത്ത് ഇഗ്നേഷ്യസ് മുട്ടുകുത്തി കൈവിരിച്ച് സ്വർഗത്തിലേക്ക് കൈവിരിച്ച് പിടിച്ചിട്ട് പറഞ്ഞു, പിതാവായ ദൈവമേ, ഈ ഗോതമ്പ് മണിയെ ഈ സിംഹങ്ങളുടെ പല്ലുകൊണ്ട് പൊടിക്കുക. കർത്താവേ, ചില ഗോതമ്പ് മണികൾ ചില സിംഹങ്ങൾ തൊടാറില്ല. അങ്ങനെയല്ല കർത്താവേ, ഈ ഗോതമ്പ് മണിയെ ഈ സിംഹങ്ങളുടെ പല്ലുകൾ കൊണ്ട് പൊടിക്കുക, പൊടിക്കുക, പൊടിക്കുക. കണ്ടോ, ചില സിംഹങ്ങൾ ചില ഗോതമ്പ് മണികൾ തൊടാറില്ല അല്ലേ? ആരത് പഴയ നിയമത്തില് അറിയാം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതാണ് പറയുന്നത് ഇഗ്നേഷ്യസ്, ചില ഗോതമ്പ് മണികൾ ചില സിംഹങ്ങൾ തൊടാറില്ല. അങ്ങനെയല്ല കർത്താവേ, ഈ ഗോതമ്പ് മണി ഈ സിംഹങ്ങളുടെ പല്ലുകളെ കൊണ്ട് പൊട്ടിക്കുക. എന്നിട്ട് സിംഹങ്ങളുടെ നേരെ കൈനീട്ടിട്ട് പറഞ്ഞു, അല്ലയോ സിംഹങ്ങളെ വരിക, ഈ ഗോതമ്പ് മണി പൊട്ടിക്കുക. കാരണം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. ഇതറിയാവുന്ന ഇഗ്നേഷ്യസ് സിംഹങ്ങളെ മാടി വിളിച്ചു ഈ ഗോതമ്പ് മണിയെ പൊട്ടിക്കാൻ. ആ സിംഹങ്ങൾ ചാടി വീണു. അവസാനം ഇത്ര ഉള്ള ഒരു കഷ്ണം എല്ല് മാത്രം കിട്ടി, ബാക്കിയെല്ലാം സിംഹം തിന്നു. ഇതാണ് ക്രിസ്ത്യാനി. രക്തസാക്ഷിയാകാനുള്ള വിളിയാണ് ക്രിസ്ത്യാനിയുടെ. അൽഫോൻസാമ്മ ചെയ്തത് അതാ. ജീവിച്ചിരിക്കെ ശരീരം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് ശരീരത്തിലെ ഓരോ വേദനകളും ക്രിസ്തുവിനെ പ്രതി സ്വീകരിച്ചു. അവൾ രക്തസാക്ഷിണിയായി തീർന്നു. എങ്ങനെയാ? വാളുകൊണ്ട് മരിക്കൊന്നും വേണ്ട. ജീവിതത്തിലെ സഹനങ്ങൾ, ജീവിതത്തിലെ ദുരിതങ്ങൾ ക്രിസ്തുവിനെ പ്രതി സ്വീകരിച്ച് അവനോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ നാം രക്തസാക്ഷിയാവുക. ധീരതയോടെ, വിശ്വാസം കൈവിടാതെ, വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള വിളിയാണ് ക്രിസ്ത്യാനിയുടെ വിളി. എങ്കിൽ മാത്രമാണ് അവൻ പറയണത്, ഞാൻ നല്ലവണ്ണം പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ആകയാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കിരീടം എന്നെ അണിയിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതം ഓട്ടമാണ്. എവിടെയാ ക്രിസ്ത്യാനിയുടെ ജീവിതം തുടങ്ങുന്നത്? ദൈവാലയത്തിൻ്റെ ആനവാതിലിൽ തുടങ്ങുന്നതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. അവസാനം ദൈവാലയത്തിൻ്റെ അകത്തളത്തിൽ മധുബഹായ്ക്ക് മുമ്പിൽ, മധുബഹായ്ക്ക് അത് അഭിമുഖമായി കിടക്കുമ്പോൾ അവസാനിക്കുന്നത്. ദൈവാലയത്തിൻ്റെ ആനവാതിലിൽ തുടങ്ങി ദൈവാലയത്തിൻ്റെ മധുബഹായുടെ മുമ്പിൽ അങ്ങോട്ട് നോക്കി കിടക്കുന്നത് വരെയുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം. ആനവാതിലിൽ ജ്ഞാനസ്നാന മാതാപിതാക്കൾ വന്ന് അച്ഛനോട് അഭ്യർത്ഥിക്കും, ഇവനെ ഒന്ന് അകത്ത് കയറ്റുക, അല്ലെങ്കിൽ ഇവളെ ഒന്ന് അകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ സഭയ്ക്കുള്ളിൽ മാമോദീസ സ്വീകരിക്കാൻ അവനോട് ചോദിക്കും. അച്ഛൻ ആ കുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ജ്ഞാനസ്നാന മാതാപിതാക്കളോട് ചോദിക്കും. പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം എല്ലാം ഏറ്റുപറഞ്ഞ് അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അകത്തോട്ട് പ്രവേശിക്കും. അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കാൻ ദൈവാലയത്തിൻ്റെ അകത്ത് വലതുഭാഗത്ത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ജ്ഞാനസ്നാന തൊട്ടിയിൽ വെച്ച് ബാവായുടെയും പുത്രൻ്റെയും റുഹാദ് ഖുദൂശായുടെയും നാമത്തിൽ, അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു, മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞ് കുരിശാകൃതിയിൽ 3 പ്രാവശ്യം ജലമൊഴിക്കുന്നതോടെ അവൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. അവസാനം അവൻ ഓടുകയാണ് ഈ മധുബഹായെ ചുറ്റിപ്പറ്റി. ഈ അൽത്താരയെ, ഈ ബലിപീഠത്തെ, ഇത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. സ്വർഗത്തിൻ്റെ പ്രതീകമായി ഈ ഭൂമിയിൽ കർത്താവിൻ്റെ കബറിടമായി വണങ്ങപ്പെടുന്ന ഈ അൽത്താരയെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. ഈ അൽത്താരയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിശ്വാസിയെ പിശാച് അടർത്തിയെടുത്താൽ അവനെ പിശാച്
നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഓർക്കണം. ഇന്ന് സഭയിൽ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ കാണുന്നില്ലേ? ഈ അൾത്താരയിൽ നിന്ന് വിശ്വാസി അടർത്താനുള്ള പിശാചിന്റെ പദ്ധതികൾ പലയിടത്തും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടർന്നാൽ എന്ത് സംഭവിക്കും? ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ, കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. നാഥ, നിന്നുടെ ദിവ്യ നിണത്താൽ നേടിയ സഭയെ കൈവടിയല്ലേ. എന്താ പറയേ? ബലിപീഠത്തിൽ കൂടു ചമയ്ക്കുന്ന പ്രാവു കണക്കെ സഭ നിൽക്കുകയാ. ഈ കൂട് തകർത്താലുണ്ടല്ലോ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഈ പള്ളിക്കുള്ളിലേക്കൊന്ന് കയറാൻ പറ്റണില്ല, സമയമില്ല. യുവാക്കൾ യുവതികളൊക്കെ എവിടെ പോയി? നമ്മുടെ കുട്ടികൾ എവിടെ പോയി? പഠിച്ച് 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 ഇപ്പൊ നമുക്ക് ദൈവം വേണ്ട, ബലിപീഠം വേണ്ട. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടവരാണ്. ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടവരാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ ജീവിതമുണ്ട്. ഇതിനപ്പുറമുള്ള ജീവിതമാണ് നിത്യത, സ്വർഗം. ഈ ഭൂമി നമ്മുടെ താൽക്കാലികമായ ഒരു സ്ഥലം, ഒരു ഗർഭാശയം. ഈ ഗർഭാശയത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ദൈവപിതാവിൻ്റെ മടിത്തട്ടിലോട്ടുള്ള ജനനമാണ് നിന്റെ മരണം എന്നുള്ള വലിയ സത്യം ഓർക്കണം. നിത്യതയെ നോക്കി പാർക്കേണ്ടവരാണ്. ഈ ഭൂമിയിൽ ജീവിതം നശ്വരമാണെന്ന് ഓർക്കുക. ഈ ഭൂമിയിലെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഓർക്കുക. ഇതിനപ്പുറം നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഓർക്കുക.